ഹലോ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫാക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ബൈബിളിനകത്ത് പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. ഈ പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും വൺ ഓഫ് ദ മേജർ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൻ്റെ അകത്ത് ദാസ്യത്വമായിരുന്നു, എന്ന് പറഞ്ഞാൽ സെർവൻ്റ് ആയിരുന്നു. പുതിയ നിയമത്തിൻ്റെ അകത്ത് സെർവൻറ്ഹുഡ് ഇല്ല, സൺഷിപ്പാണ്. പഴയ നിയമത്തിലെ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് പോലും ഡയറക്റ്റ്ലി ദൈവത്തെ അപ്പായേ, പിതാവേ എന്നൊരു വിളിച്ച് ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയത്തില്ല. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായവനെ. നോക്കിക്കേ, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് പറയാം, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ കർത്താവ് തുടക്കത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ഒറിജിനൽ, ഇത്രയും നാളും പഴയ നിയമത്തിൽ ഒരാൾക്ക് പോലും ദൈവം ആരാന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പലപ്പോഴും ഒരു വ്യക്തിക്ക് പോലും, പഴയ നിയമത്തിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു ക്ലാരിറ്റി ഇല്ല ദൈവം എന്താ. ചിലവർ ദൈവത്തെ തീയായിട്ട് കാണുന്നു, ചിലവർ ദൈവത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് കാണുന്നു. 2-3 പേരേ ഉള്ളൂ ചുരുക്കത്തിൽ ദൈവം സ്നേഹവാനാണെന്ന് മനസ്സിലായി. എന്നാലും പൂർണ്ണമായ ദൈവത്തിൻ്റെ ഒരു രൂപം അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. യേശു ക്രിസ്തുവാണ് പൂർണ്ണ രൂപമായ പിതാവിനെ അറിഞ്ഞവൻ, പിതാവിനെ കണ്ടവൻ, പിതാവിൻ്റെ കൂടെ ആദ്യം മുതലേ ബന്ധമുള്ളവൻ. ആ ആൾ പറയുക, നിങ്ങൾ ദൈവത്തെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ ഒരു പിതാവായിട്ടാണ് കാണേണ്ടത്. ഹീസ് എ ലവിങ് ഫാദർ. നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ മക്കളും അവൻ നിങ്ങളുടെ അപ്പനുമാണ്. ഈ ഒരു ബന്ധമാണ് വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയ വലിയൊരു സത്യം. പഴയ നിയമത്തിലെ ആർക്കും അത് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം പഴയ നിയമത്തിലെ ആർക്കും ദൈവത്തെക്കുറിച്ചൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. എന്നാൽ ദൈവമായവനും പിതാവുമായി ഏറ്റവും ബന്ധമുള്ളവൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് പറയുക, ഹേയ്, പഴയ നിയമത്തിൽ ആൾക്കാർ വെളിപ്പെടുത്തിയതല്ല, നിങ്ങൾ എന്നെ കണ്ടു നോക്ക്, എൻ്റെ സംസാരം എങ്ങനെയുണ്ട്? എൻ്റെ സംസാരം കേട്ടവനും എന്നെ കണ്ടവനും എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ എക്സാക്ട്ലി എൻ്റെ ഫാദറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇന്ന് വൺ ഓഫ് ദ മേജർ ഡിഫറൻസസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ദാസന്മാരല്ല, നമ്മൾ പുത്രന്മാരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. യേശു ക്രിസ്തുവിലായവർ പുതിയ സൃഷ്ടിയാണ്. അവരുടെ മൈൻഡ് സെറ്റിനെ തന്നെ ദൈവം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ ഒരു ക്രൂരനായ ദൈവമായി കാണരുത്, ഞാനൊരു സ്നേഹവാനായ പിതാവാണ്. ഇതാണ് പഴയ നിയമത്തിൽ തന്നെ ഒരു വാക്യം പറയുന്നുണ്ട്, സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ? നമ്മളെല്ലാവരും പറയാം, മനസ്സാക്ഷിയുള്ളവരെല്ലാവരും പറയാം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പെറ്റ അമ്മ വരെ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വചനം പറയാ, ഞാനോ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. നോക്കിക്കേ, ഇതാണ് ലവ് ഓഫ് ഗോഡ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ ക്രൂരനായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചൊരു റോങ് ഇമേജ് നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ ദൈവത്തോട് അടുക്കാനും ഈ ദൈവത്തോട് സംസാരിക്കാനും നമുക്കൊരു മടി തോന്നുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ദൈവത്തെ സ്നേഹവാനായ പിതാവ്, നമ്മൾ പറയുന്ന ഓരോ വാക്കും ഏറ്റവും ആഗ്രഹത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ നിങ്ങൾ എൻജോയ് ചെയ്ത ദൈവമായ ബന്ധം ഏറ്റവും ഡീപ്പർ ലെവലിലേക്ക് പോകും. കാരണം പഴയ നിയമത്തിലെ ആൾക്കാർക്ക് ദൈവമായിരുന്നു, അവർക്ക് ദാസനുമായിരുന്നു. പുതിയ നിയമത്തിൽ ദൈവത്തിന് മാറ്റമില്ല, പക്ഷെ നമുക്കൊരു പുതിയ ന്യൂസ് കിട്ടി, ഒരു ഗുഡ് ന്യൂസ് കിട്ടി. എന്താന്ന് പറഞ്ഞാൽ, ഈ വലിയവനായ ദൈവം നിൻ്റെ അപ്പനാണ്. ഹീസ് യുവർ ഫാദർ ഹു ലവ്സ് യു പാഷനറ്റ്ലി. ഈ പിതാവ് നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. തൻ്റെ ആ സ്നേഹം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്നേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
യേശു ക്രിസ്തുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി. അതാണ് ആ പിതാവ് നമ്മളോട് കാട്ടിയ സ്നേഹം. സോ ഇന്നൊരു രീതിയിൽ നിങ്ങൾ സംശയിക്കരുത്. ഈ പിതാവ് നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. പിതാവ് നിങ്ങളെ നോക്കി പറയുന്നു, ഹേയ്, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. യു ആർ മൈ സൺ, യു ആർ മൈ ഡോട്ടർ, ഐ ലവ് യു സോ മച്ച്. ഈ സ്നേഹത്തെ നിങ്ങൾ റിസീവ് ചെയ്യുക. അപ്പനുമായി ഒരു ബന്ധത്തിലേക്ക് കയറുക. നിങ്ങളെ നോക്കി അടിക്കാൻ നോക്കി നിൽക്കുന്ന ഒരു ദൈവമല്ല, അല്ലെ നിങ്ങളെ നോക്കാൻ നേരത്തെ കണക്ക് പറയുന്ന ഒരു അപ്പനല്ല. നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ഒരു ഉമ്മ തന്ന് മടിയിലിരുത്തി തലോടി തൻ്റെ സ്നേഹത്താൽ നിന്നെ മാറ്റാനാണ് ഈ അപ്പൻ ആഗ്രഹിക്കുന്നത്. സോ എത്ര പേര് ഈ അപ്പൻ്റെ സ്നേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു? ഇന്ന് നിങ്ങൾ ഹൃദയം തുറന്നാൽ മാത്രം മതി, ദൈവത്തെ അപ്പനായിട്ട് കാണാൻ തുടങ്ങിയാൽ മാത്രം മതി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയും നാളും എൻജോയ് ചെയ്തതിനെക്കാട്ടും ഒരു ഉന്നതമായ ലെവലിലേക്ക് നിങ്ങൾക്ക് ജോയിലേക്ക് കയറാൻ പറ്റും. സോ ഇന്ന് ദൈവം ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പനാണ്. അപ്പൻ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്? അതാണ് ദൈവം. ഓക്കെ, ദൈവം നിങ്ങളെല്ലാവരും ഈ സ്നേഹത്തിൽ നടത്തട്ടെ. ബ്ലെസ് യു ഇൻ ജീസസ് മൈറ്റി നെയിം. ആമേൻ.